ഹരേ കൃഷ്ണ. അയോധ്യാകാണ്ഡത്തിൽ ശ്രീരാമചന്ദ്രൻ സുമന്ത്രരെ പറഞ്ഞു വിട്ടതിനു ശേഷം മുനിമാരുടെ ആശ്രമത്തിലേക്ക് നടക്കുന്നു. 3 പേരും തപോവനത്തിൽ ചെന്നു. മുനിപത്നിമാർ അവരെ കാണുവാനായി വന്നു. എല്ലാവരും സീതയോട് ചോദിച്ചു, സുന്ദരി, നീ എന്താണ് നടന്നു വന്നത്? നീ ആരാണെന്ന സത്യം പറയണം. കണ്ടിട്ട് രാജപുത്രിയാണെന്ന് തോന്നുന്നു. കറുകനാമ്പ് പോലെ ശ്യാമളമായ മനോഹരമേനിയോടെ വില്ലും അമ്പുമേന്തി നിൽക്കുന്ന ഇവൻ നിന്റെ ആരാണ്? പുത്തൻ താമരപ്പൂ പോലെയുള്ള മുഖം, പുളകം കൊണ്ട് സുന്ദരമായ കവിൾത്തടം, അല്പം വിടർന്ന ചുണ്ടുകൾ. സീതാദേവി മിണ്ടാതെ മുഖം കുനിച്ചു നിന്നതേയുള്ളൂ. മറുപടിയൊന്നും പറഞ്ഞില്ല. മുനിഭക്തിമാർക്ക് അപ്പോൾ കാര്യം മനസ്സിലായി. നിന്റെ ഭാവം കണ്ടിട്ട് അത് നിന്റെ ഭർത്താവാണെന്ന് മനസ്സിലായി. മുനിഭക്തിമാർക്ക് രാമനെയും സീതയെയും ലക്ഷ്മണനെയും മനസ്സിലാവാഞ്ഞതുകൊണ്ടാണ് ഈ വിധം ചോദിച്ചത്. പത്മഗന്ധിയായ സീത പതുക്കെ നടന്നു. എല്ലാവരും യമുനാ തീരത്ത് ചെന്നിരുന്നു. യമുനാജലം പാതാളം പോലെ അഗാധമായിരുന്നു. എങ്കിലും രാമൻ്റെ പ്രഭാവത്താൽ മുട്ടോളം മാത്രമായി അവർ നടന്ന് മറുകരയെത്തി. അങ്ങനെ അവർ ആശ്രമത്തിൽ എത്തി. ഭരദ്വാജാശ്രമത്തിലാണ് അദ്ദേഹം എത്തിയത്. അവിടെ മഹർഷി രാമനെ കണ്ട് വന്ദിച്ചു. രാമൻ മഹർഷിയെയും വന്ദിച്ചു. രാമനെ കണ്ട് മുനിക്ക് സന്തോഷമായി. അവിടുന്ന് സാക്ഷാൽ നാരായണനാണ്. താപസി വേഷത്തിൽ വന്നത് എന്തിനാണ്? മഹർഷി, അച്ഛൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ വിധം വന്നത്. താപസി വേഷത്തിൽ വനത്തിൽ വസിക്കുകയാണ്. അങ്ങനെ വിശേഷങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം വീണ്ടും അവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ അവർ മൂവരും വാൽമീകി ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ഈ സമയം സുമന്ത്രർ അയോധ്യയിലെത്തി. കൂപ്പുകൈകളോടെ രാജാവിനെ നമസ്കരിച്ചു. രാമനെ ശൃംഗവേരപുരത്ത് കൊണ്ടുചെന്നാക്കിയിട്ട് ഞാൻ തിരികെ പോന്നു. 3 ദിവസം കൊണ്ട് അവിടെ എത്തി. അന്ന് അവിടെ താമസിച്ച് രാമൻ മധുരവചനങ്ങളോടെ എനിക്ക് യാത്രാനുവാദം നൽകി. ഇത്രയും സുമന്ത്രർ പറഞ്ഞപ്പോൾ പുരിയിലുള്ളവരൊക്കെ കരഞ്ഞുപോയി. ആരും ആരെയും സ്വാന്തനപ്പെടുത്തിയില്ല. ദശരഥന് പൂർവ്വകഥകളൊക്കെ ഓർമ്മ വന്നു. അദ്ദേഹം കൗസല്യയോട് പറഞ്ഞു, ഇത് എൻ്റെ കർമ്മദോഷമാണ്, ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അന്ധകമുനിയുടെ കഥ പറഞ്ഞു. അന്ധനായ ആ മുനിയുടെ മകനെ വധിച്ചപ്പോൾ മുനി കൊടുത്ത ശാപത്തെപ്പറ്റിയൊക്കെ കൗസല്യാദേവിയോട് പറഞ്ഞ് വിലപിച്ചു. മുനിയുടെ വാക്ക് ലംഘിക്കാനാവില്ലല്ലോ എന്നൊക്കെ പിറുപിറുത്തുകൊണ്ട് രാജാവ് ഉറങ്ങാനായി കിടന്നു. പിറ്റേ ദിവസം പള്ളി ഉണർത്താനായി റാണിമാർ രാജാവിൻ്റെ അടുക്കലെത്തി. സൂര്യൻ ഉദിച്ചിട്ട് 2 കോൽപ്പാട് ഉയർന്നിരിക്കുന്നു. ഇത്രയും സമയം രാജാവ് ഉറങ്ങുമോ? കുലുക്കി വിളിച്ചു. അനക്കമില്ല. രാജാവ് മരിച്ചിരിക്കുന്നു. വെട്ടിയിട്ട വാഴ പോലെ വീണുപോയ റാണിമാർ രാജാവിൻ്റെ കാലു പിടിച്ച് നിലവിളിച്ചു. പുത്രശോകം കൊണ്ട് തളർന്ന റാണി പതിശോകവും കൂടിയായപ്പോൾ മൂർച്ഛിച്ചു പോയി.
സത്യവാദിയായ മഹാരാജൻ സത്യത്തിൽ ഉറച്ചു നിന്നു. ശരീരം വെടിഞ്ഞ് സ്വർഗത്തിലെത്തി. രാമൻ വനത്തിലുമെത്തി. ഞാനിനി എന്തിനു ജീവിച്ചിരിക്കണം? ഈ വിധം വിലപിച്ചുകൊണ്ട് കൗസല്യ റാണി തളർന്ന് ഭൂമിയിൽ വീണു. വസിഷ്ഠമുനി കൗസല്യ ഉപദേശിച്ചു, മഹാറാണി മരണത്തെ ചൊല്ലി കരയുന്നത് ഉചിതമല്ല. രാജ്യം പരിപാലിച്ചതിനു ശേഷം മഹാരാജാവ് സ്വർഗത്തിലേക്ക് യാത്രയായി. അതിനു വേണ്ടിയുള്ള ധർമ്മങ്ങളും കർമ്മങ്ങളും അവിടുന്ന് നിർവഹിക്കണം. രാജാവിനെ തൈലത്തിൽ കിടത്തണം. ഭരതനെ അമ്മാത്തു നിന്നും വിളിച്ചുകൊണ്ട് വരണം. മഹാരാജാവ് മൃതശരീരമായി കഴിഞ്ഞു. ഭാവി കാര്യങ്ങൾ മന്ത്രിമാർ ചേർന്ന് ആലോചിക്കട്ടെ. സത്യം പാലിച്ചുകൊണ്ട് തന്നെ രാജാവ് സ്വർഗത്തിലെത്തി. ഭരതൻ ഉറങ്ങുമ്പോൾ ദുസ്വപ്നം കണ്ടു. കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അദ്ദേഹം മിത്രങ്ങളോട് പറഞ്ഞു, ഇന്ന് പുലർക്കാലത്ത് ഒരു ദുസ്വപ്നം കണ്ടു. ആകാശത്തിൽ നിന്നും ചന്ദ്രനും സൂര്യനും അടർന്നു വീഴുന്നു. അപ്പോഴേക്കും ഭരതനെ അന്വേഷിച്ച് ദൂതന്മാർ എത്തിയിരുന്നു. കേകേ രാജാവ് ഭരതനെ വിളിപ്പിച്ചു. എല്ലാവരും അങ്ങയെ കൂട്ടിക്കൊണ്ടു പോകാനായി വന്നതാണ് എന്ന് ഭരതനോടായി പറഞ്ഞു. പെട്ടെന്ന് അയോധ്യയിലേക്ക് വരണം. രാജാവ് അടയാളമായി തന്നയച്ച മോതിരം കണ്ടാലും നമുക്ക് ഉടൻ തന്നെ പോകാം. താമസിക്കരുത്, വലിയ ഒരു കാര്യമുണ്ട്. കേകേ രാജാവേ, ഭരതനെ അയച്ചാലും. ഈ വിധം ദൂതന്മാർ പറഞ്ഞു. ഭരതൻ ചോദിച്ചു, അച്ഛന് മംഗളമാണല്ലോ, ശ്രീരാമനും ലക്ഷ്മണനും സുഖമല്ലേ? കൗസല്യ, കൈകേയി, സുമിത്ര മൂന്നമ്മമാർക്കും സുഖമല്ലേ? പറയൂ, വിശേഷങ്ങളൊക്കെ പറയൂ. ദൂതൻ പറഞ്ഞു, രാജകുമാര, എല്ലാവർക്കും സുഖമാണ്. വേഗം പോയാൽ എല്ലാവരെയും കാണാം. ഭരതൻ മാതാമഹൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് യാത്ര തുടർന്നു. അയോധ്യയിലെത്തിയ ഭരതന് അത്ര സുഖകരമായ കാഴ്ചയായിരുന്നില്ല കാണാൻ കഴിഞ്ഞത്. പലരും കരയുന്നു, പലരും ഭരതനെ കണ്ടപ്പോൾ നിന്ദിക്കുന്നു. ആകെ ശോകമയം. ഭരതൻ കൊട്ടാരത്തിലെത്തി. പിതാവിൻ്റെ ഗൃഹം ശൂന്യം. പിതാവിൻ്റെ വസതി ശൂന്യമെന്ന് കണ്ട ഭരതൻ അമ്മയുടെ വസതിയിലേക്ക് ചെന്നു. കൈകേയി രത്നസിംഹാസനത്തിലിരിക്കുന്നു. തെറ്റുപറ്റിയെന്ന യാതൊരു വിചാരവുമില്ല. മകന് രാജ്യം കിട്ടിയ സന്തോഷത്തിലായിരുന്നു. ഭരതൻ അമ്മയുടെ നേരെ ചെന്നു. ഭരതനെ കണ്ടപ്പോൾ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. ഭരതൻ അമ്മയുടെ പാദങ്ങളിൽ വന്ദിച്ചു. ഭരതൻ അമ്മയോട് ചോദിച്ചു, അയോധ്യ രാജ്യം പതിവിന് വിപരീതമായത് എന്തുകൊണ്ട്? എല്ലാവരും വിഷണ്ണർ, ആർക്കും സന്തോഷമില്ല. എല്ലായിടത്തും ആളുകൾ കരയുന്നു. ചിലരൊക്കെ എന്നെ കണ്ടിട്ട് നിന്ദിച്ചു. പിതാവിൻ്റെ വസതിയിൽ അദ്ദേഹത്തെ കണ്ടില്ല. അയോധ്യയിലെങ്ങും ദുഃഖം മാത്രം. ഒരു കാര്യവും ആരും പറയുന്നില്ല. അപ്പോൾ കൈകേയി പറഞ്ഞു, നിന്റെ അച്ഛൻ സത്യവാദിയായിരുന്നു. സത്യത്തിൽ ഉറച്ചു നിന്നു. സത്യം പാലിച്ചുകൊണ്ട് സത്യവീരനായി സ്വർഗലോകത്തെത്തി. പിതാവ് മരിച്ചിരിക്കുന്നു. രാജ്യം ശൂന്യമായിരിക്കുന്നു. ഈ വാക്കുകൾ കേട്ട് വാഴ വെട്ടിയിട്ടതുപോലെ ഭരതൻ ദുഃഖം സഹിക്കാതെ മൂർച്ഛിച്ചുപോയി. കൈകേയി മകനോട് പറഞ്ഞു, മകനെ, അമ്മ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ കരച്ചിൽ എൻ്റെ പ്രാണനെ മുറിവേൽപ്പിക്കുന്നു. നീ എല്ലാ ശാസ്ത്രവും അറിയുന്നവനാണ്. പിതാവ് മരിച്ചാൽ പിന്നെ ആരാണ് രാജ്യം ഭരിക്കേണ്ടത്? അച്ഛൻ മരിച്ചു, ഞാൻ കേട്ടു, ശരി. പക്ഷേ ശ്രീരാമനും ലക്ഷ്മണനും എവിടെ?
അച്ഛൻ ശ്രീരാമനെ ഭരണച്ചുമതല ഏൽപ്പിച്ചിട്ട് സദാചാരങ്ങളിൽ മാത്രം ഏർപ്പെട്ട് ജീവിക്കുകയായിരുന്നല്ലോ. എന്നിട്ട് അവരെവിടെ? രാജപത്നി കൈകേയി വായിൽ വന്നതനുസരിച്ച് ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. രാമൻ വനത്തിൽ പോയി, ലക്ഷ്മണൻ കൂടെ പോയി, സീതാദേവി അവരുടെ കൂടെ യാത്രയായി. രാമൻ എന്തിനു വനത്തിൽ പോയി? നിങ്ങളുടെ വാക്കുകൾ എൻ്റെ പ്രാണൻ അറുക്കുന്നു. രാമൻ ആരുടെയെങ്കിലും ധനമോ ആരുടെയെങ്കിലും സുന്ദരിയോ മോഷ്ടിച്ചോ? എന്തു കുറ്റത്തിനാണ് രാമൻ വനചാരിയായത്? കൈകേയി നടന്ന കാര്യങ്ങളെല്ലാം വിസ്തരിച്ച് ഭരതനോട് പറഞ്ഞു. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ഭാഗം വളരെ വിശേഷപ്പെട്ട ഭാഗമാണ്. ഭരതൻ്റെ ശകാരമാണ്. അത് നമുക്ക് അടുത്ത അധ്യായത്തിൽ നോക്കാം. എല്ലാവരും നാമം ജപിക്കുക. ഏകാദശി വ്രതത്തിനായി തയ്യാറെടുക്കുക. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഹരേ കൃഷ്ണ.